കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണത്. നമ്മുടെ വീട്ടിലിപ്പോൾ മഴക്കാലം തുടങ്ങിയ കാരണം കൊതുക് ശല്യം വളരെയധികം കൂടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൊതുകിനെ തുരത്താനുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇത് ചെയ്ത് നോക്കിയിട്ട് 100% റിസൾട്ട് കിട്ടിയ കാരണമാണ് കേട്ടോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെയാണ്, എന്താണ് ഈ ടിപ്പ് എന്നൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഞാൻ എൻ്റെ പെരുംജീരകമാണ് കേട്ടോ. പെരുംജീരകം എടുത്തിട്ടുള്ളത് നമ്മൾ പെരുംജീരകത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ഇറച്ചിയിലും മീനിലും അങ്ങനെയൊക്കെ നല്ല മണം ഉണ്ടാവുന്ന ഒരു ഐറ്റം തന്നെയാണ് പെരുംജീരകം കേട്ടോ. അപ്പോൾ അത് ഞാനൊരു വലിയ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പാനിൽ നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തീ ഒന്ന് സിമ്മിലിട്ടിട്ട് കരിഞ്ഞു പോരുത്, നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വരാം. പച്ചക്കിടുന്നേക്കാളും കൂടുതൽ നന്നായിട്ടൊന്ന് മൊയിപ്പിച്ചെടുക്കുമ്പോൾ, അതൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ നല്ലവണ്ണം മണം കൂടും കേട്ടോ. അപ്പോൾ കരിക്കരുത്, കരിച്ച് കഴിഞ്ഞാൽ ഒരു വേറെ മണമായിരിക്കും. അപ്പോൾ ഒരു മീഡിയം ഒരു റോസ്റ്റിങ് വരില്ലേ, അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതായത് ഒരുവിധം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു നല്ല മണം വന്നപ്പോൾ ഞാൻ അതെടുത്തൊന്ന് ചൂടാറാൻ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പൊടിച്ചെടുത്തപ്പോൾ പെരുംജീരകം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഇടികല്ലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. മിക്സിയിലിട്ട് പൊടിക്കാനുള്ളതൊന്നും ഇല്ല, നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഇടികല്ലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ റോസ്റ്റ് ചെയ്ത കാരണം തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഇടിച്ച് ഒന്ന് നന്നായിട്ടൊരു നൈസ് പൊടിയായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചുള്ള കാരണമാണ് കേട്ടോ. ഇതിൽ തോനെയുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലൊക്കെ ഇട്ടൊന്ന് പൊടിക്കായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചതച്ചൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ കുറച്ചും കൂടിയും ഒരു മണം കൂടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ കറികളിലും കാര്യങ്ങളിലും നല്ല മണവും ഉണ്ടാവും. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും കൊണ്ടും നമുക്ക് ഹെൽത്തിയാണ്. പക്ഷേ ഇത് നമുക്ക് ഈ കൊതുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം നമുക്ക് എന്തായാലും ഇതിൽ വേണം. എന്തായാലും പെരുംജീരകത്തിൻ്റെ ഒപ്പം ഒരു 3 പൊറ്റ ഞാൻ വെളുത്തുള്ളിയും കൂടി ഒന്ന് ജസ്റ്റ്, അത് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും കൂടിയിട്ട് അങ്ങോട്ട് മിക്സ് ആയോളൂ കേട്ടോ. പിന്നെ നമുക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ കുറച്ചും കൂടി മണം ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2-3 പച്ചക്കർപ്പൂരല്ലേ, പച്ചക്കർപ്പൂരം കൂടിയും ഒന്ന് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ആയപ്പോൾ ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ മിക്സിന് ഉണ്ടാവണത്. അപ്പോൾ 3 കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സ് ആയതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂണൊക്കെ എടുത്ത്, ഒരു നനവൊക്കെ ആയില്ലോ വെളുത്തുള്ളിയുടെ ഇതായ കാരണം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ ഇത്. ഈ 3 കൂടി ഒന്ന് മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു മണം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിലൊക്കെ പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ബെസ്റ്റ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ച പൊടിയായിരുന്നു. അപ്പോൾ അതൊരു ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മിക്സും എല്ലാം കൂടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ പറയുന്ന പോലെ വേപ്പെണ്ണ ഉണ്ടെങ്കിൽ കൊതുകിന് നല്ല ഇതായിരിക്കും കേട്ടോ. പെട്ടെന്ന് എന്താ പറയുക, മണങ്ങൾ വേപ്പെണ്ണയുടെ മണം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊതുകൾ ഈ പരിസരത്ത് വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേപ്പെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾ വേപ്പെണ്ണ ഒഴിക്കുകയായിരിക്കും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് കൊതു ആ ഭാഗത്തേക്ക് വരികയില്ല. ഇതും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതായത് ജസ്റ്റ് ഒരു നല്ലെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ചെരാത് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെരാത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാത്രത്തിൽ തിരിയിട്ടിട്ടൊരു സ്റ്റീൽ പാത്രത്തിൽ തിരിയിട്ട് വെക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ചെരാത് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെരാത് എടുക്കുക. അപ്പോൾ ഞാൻ ഈ മിക്സ് എല്ലാം കൂടിയിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ മഴക്കാലത്തൊക്കെ ഒരു ചീത്ത സ്മെല്ലൊക്കെ വരുമ്പോൾ ഇത് നമ്മൾ സന്ധ്യയാകുമ്പോൾ ഒരു കത്തിച്ച് വെച്ചാൽ ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ. അത് ആ മണം നമ്മുടെ കൊതുകിനും ഇതിനൊന്നും പറ്റില്ല. അപ്പോൾ അവറ്റ് വേഗം ചത്തൊടുങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് സന്ധ്യ നേരത്തൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കൊതുവിനെ തുരത്താൻ വേണ്ടി നമ്മൾ പുറത്തുനിന്നൊന്നും മരുന്ന് മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ തിരിയൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഈ നമ്മുടെ ഈ ഉണ്ടാക്കിയ മിക്സിലേക്ക് തിരിയൊന്ന് ഒരു ഇറുക്കിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുക്കി കൊടുത്തിട്ടുണ്ട്. തിരിയുടെ തുമ്പത്ത് നമ്മളിതിൽ ഒഴിച്ചിട്ടുള്ള എണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സന്ധ്യ നേരങ്ങളിലൊക്കെ ഇതൊന്ന് നമ്മൾ വിളക്കുള്ള നേരത്ത് ഇതും കൂടിയും കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലും ഉണ്ടാവും. പിന്നെ കൊതുകളും പാറ്റകളും ചെറിയ
ഒന്നും ഇതിൻ്റെ പരിസരത്ത് വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ദേ നന്നായിട്ട് അതൊന്ന് മുക്കി കൊടുത്ത്, അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ തിരിയിലേക്ക് ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ എല്ലാം എത്തുള്ളൂ കേട്ടോ. അതാണ് ഞാൻ ഈ ഈർക്കിളി കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ എത്തിച്ച് കൊടുക്കണത് കേട്ടോ. അതിനി നന്നായിട്ടൊന്ന് കത്തിച്ച് കൊടുക്കാം. കത്തിച്ച് നമുക്ക് ഇപ്പോൾ സന്ധ്യ നേരമായ കാരണം ഈ വിളക്കൊളുത്തന്നെ ആ ഭാഗത്തൊക്കെ കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ കൊതുക് സന്ധ്യ നേരത്തായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ഇത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ കൊതുക് പരിസരത്ത് പോലും വരില്ല. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ പിയറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.